എക്സ്പ്ലോർ ദ വേൾഡ്, കോൺകർ ദ വേൾഡ്. പിന്നെന്താ പറയുന്നത്? ഇനി വല്ലതും പറയാനുണ്ടോ? അടിച്ച് തിമിർത്ത് കിടുക്കി തകർക്കുക, തിമിർക്കുക, പിന്നെ ഒരു സ്ഥലങ്ങൾ വന്ന് കാണുക, പിന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണുക. അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളും പോയി കാണണം കേട്ടോ. ബെഞ്ചാരോ വ്ളോഗിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു തൂക്കുപാലം കാണാൻ വേണ്ടിയാണ്, നമ്മുടെ അയ്യപ്പൻ കോവിലിൻ്റെ അടുത്തുള്ള തൂക്കുപാലം. അപ്പം ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ റോബിനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മനു ഉണ്ട്. മനു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോവാണ്. ഇന്ന് നമ്മുടെ അയ്യപ്പൻ കോവിലിൻ്റെ അടുത്തെ തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. നേരെ അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷം. നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് എങ്ങോട്ടാ കളിയാ പോണ്ടേ? കട്ടപ്പനയിൽ നിന്ന് മാട്ടുക്കട്ട വരിക, മാട്ടുക്കട്ടയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോരുന്ന അയ്യപ്പൻ കോവിൽ തൂക്കുപാലം, അയ്യപ്പൻ കോവിൽ പഴയ ക്ഷേത്രം, അത് രണ്ടും കാണാം. അപ്പൊ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മള് നേരെ വീഡിയോയിലേക്ക് കേട്ടോ. നമ്മുടെ തൂക്കുപാലത്തിന്റെ അവിടെ വന്നാണോ ഭയങ്കര ആള് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ മുഴുവൻ നിറച്ച ആളാണ്. വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയാൽ ഭാഗ്യം. അങ്ങോട്ട് ഇറക്കി നോക്കാം അല്ലേ? അവിടെ ഇടാല്ലേ വണ്ടി. അവിടെ കാറ് കയറി പോകുന്നിടത്തോട്ട് ആളുണ്ട്. നമ്മുടെ തൂക്കുപാലം ഈ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ സംഭവങ്ങൾ. നമ്മൾ വണ്ടി എവിടെയും ഒതുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒതുക്കി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാണിച്ചു തരാം. നമ്മുടെ പടക്കുതിര ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ തൂക്കുപാലം അയ്യപ്പൻ കോവിൽ തൂക്കുപാലമാണ് ഈ സംഭവം. അതുവഴി അങ്ങോട്ട് പോയാൽ നമുക്ക് ആ അയ്യപ്പൻ കോവിലും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. അങ്ങോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടോട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരെ തൂക്കുപാലത്തിലോട്ട് കയറാം. ബാക്കി വിശേഷമൊക്കെ തൂക്കുപാലത്തിൽ കയറിയിട്ട് കേട്ടോ. ധാരാളം വാഹനങ്ങളും ധാരാളം ആൾക്കാരും വരുന്നൊരു സംഭവമാണ്. നല്ല ഒരു സ്ഥലം തന്നെ കേട്ടോ നമ്മുടെ തൂക്കുപാലം. അയ്യപ്പൻ കോവിൽ നീളം 200 മീറ്റർ, വീതി 1.20 മീറ്റർ. നിർമ്മാണം സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. പാലത്തിൽ വാഹനങ്ങൾ പോകാൻ പാടില്ല ഒക്കെയാണ്. ഇവിടെ കടകളൊക്കെ ഉണ്ട്, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇത് നമ്മുടെ തൂക്കുപാലത്തിൽ കൂടെ നമ്മളങ്ങോട്ട് നടക്കാം അല്ലേ? അപ്പോൾ തൂക്കുപാലത്തിൽ കൂടെ നടന്നുള്ള കുറച്ച് നല്ല വ്യൂ, നല്ലൊരു സംഭവമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പം നല്ല കുലുക്കവും സൗണ്ടും ഉണ്ട് കേട്ടോ സംഭവം. ഇടുക്കിയിലെ വെള്ളമാണെന്ന് പറഞ്ഞത് ഇവിടെ കേട്ടോ. ഇടുക്കിയിൽ നിന്ന് വരുന്ന ആ വെള്ളം ആണ് ഇവിടെ കയറി കിടക്കുന്നത്. നമ്മുടെ പാലത്തിൽ കൂടെ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ പാലത്തിൻ്റെ തൂക്കുപാലത്തിൻ്റെ വീഡിയോയിൽ നമ്മുടെ നാട്ടിൽ മല്ലപ്പള്ളിക്ക് അടുത്തുള്ള ഒരു തൂക്കുപാലത്തിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. സംഭവം ഇവിടെ എല്ലാം ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീര പരിപാടികളൊക്കെയാണ്. എടുത്തു ഇതെല്ലാം കുടുംബത്തോടെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേര സമയങ്ങളിൽ ചിലവഴിക്കാൻ വേണ്ടി വരുന്നതാണ്. കുടുംബത്തോടു കൂടി ആൾക്കാരെല്ലാം വന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ആളിവിടെ ഉണ്ട് ഇന്ന്.
ഇതാണ് നമ്മുടെ തൂക്കുപാലത്തിൽ നിന്ന് ഉള്ള ആ ഒരു ദൃശ്യമാണ്. മനുവേ എങ്ങനെയുണ്ട് തൂക്കുപാലം? നല്ലൊരു കാഴ്ച ഞാൻ കാണിക്കട്ടെ. നിങ്ങൾ ഇതുവരെ കാണാത്തെ നേരെ മേലേക്ക് അങ്ങോട്ട് തേനീച്ച. ഈ തൂക്കുപാലത്തിന്റെ മേളത്തെ ഇതിലേ വലിയൊരു തേനീച്ച കൂട്ടം. അത് മിക്കവാറും പാലത്തിൻ്റെ അടിയിലേക്ക് സംഭവം. സ്ഥലം ഇന്നൊന്നും ഇല്ലല്ലോ. ശരിക്കും ഈ പാലത്തിന് താഴെ ഈ വെള്ളം കയറാത്ത സമയത്ത് താഴേക്ക് ഒരു വഴിയും വണ്ടിക്ക് പോകാനുള്ള ഒരു വഴിയും ഒരു പാലവും പിന്നെ വലിയൊരു മൈതാനം പോലെ കിടക്കുന്ന ഒരു പോർഷനുണ്ട് ഇതല്ലേ. നമുക്ക് താഴെ കൂടെ ഒക്കെ ഇറങ്ങി നടന്ന് കാണാം. ക്ലാമ്പ് പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ തൂക്കുപാലത്തിൻ്റെ? വലിയ റോപ്പേലാണ് റോപ്പ് ചെയ്തിരിക്കുന്നുണ്ടോ? റോപ്പ് മടക്കി സംഭവം നല്ലൊരു ഫൗണ്ടേഷനൊക്കെ ചെയ്താണ് നമ്മുടെ ഈ തൂക്കുപാലം സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അവർ ഈ വള്ളത്തേൽ കൊണ്ടുപോകും. അപ്പം അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടെ സൈഡിൽ കൂടെ അങ്ങോട്ടൊരു വഴി കിടക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വന്നിട്ട് പറയാം. അവിടെ ചേട്ടൻ വള്ളത്തിൻ്റെ ആണ് നമ്മൾ ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ പുള്ളിയോട് ചോദിച്ചിട്ട് വരാം. ചേട്ടാ വള്ളത്തെ പോയി എന്തോ കാണാൻ പറ്റുന്നത്? അയ്യപ്പൻ്റെ ക്ഷേത്രം അകലേന്ന് കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. റേറ്റ് കൂടുതലാണോ? നോർമൽ പോയിട്ട് വരുന്നതിന് എത്ര രൂപ? എത്ര പേർക്ക്? 3 പേര്? 5 പേർക്ക്? ആ അതല്ലേ. ഇവിടെ നടന്നു പോയാൽ കാണാൻ പറ്റുമോ? അങ്ങോട്ട് കുറച്ച് പോയാൽ കാണാൻ പറ്റും അല്ലേ? ശരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വള്ളത്തിൻ്റെ റേറ്റും കാര്യങ്ങളും കേട്ടോ. ആ ചേട്ടനോട് ചോദിച്ച് വള്ളത്തെ പോകണമെന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ കൂട്ടത്തിൽ പോവാം. പോയി അതൊക്കെ കാണാം. ഇതാണ് നമ്മുടെ താഴെ നിന്നുള്ള നമ്മുടെ തൂക്കുപാലത്തിൻ്റെ ദൃശ്യം. എന്നെ കളർ സ്ഥലമാണ് എനിക്ക്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കാണാമെന്ന് പറഞ്ഞു. പെരിയ അങ്ങോട്ട് നടന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമുക്ക് ആ കാണുന്നതാണ് അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന സംഭവം. ഇപ്പം മുങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ ടോപ്പ് ഭാഗം മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ. നടുക്കൂടെ പാലമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുവഴി അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. നമ്മുടെ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ആ ഒരു അമ്പലമൊക്കെ കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. ഈ സംഭവം നമ്മുടെ ഈ ഇടുക്കിയിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ പെരിയാറ്റിൽ നിന്ന് വരുന്ന വെള്ളവും സംഗമിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അവിടെ ഒരു പാറയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ മാർച്ച് സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ അമ്പലത്തിൻ്റെ അവിടോട്ട് മണപ്പുറം പോലെ നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞേക്കുന്നത്. ധാരാളം പേര് വള്ളത്തേലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ കൂടെയുള്ള ആ യാത്ര താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വള്ളത്തിൽ ഒന്ന് യാത്ര ചെയ്യുകയാണ്. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരിക്കും. അതിൻ്റെ നടുക്കൂടെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ പോകാൻ പറ്റും. നല്ലൊരു സംഭവം തന്നെയാണ്.
ധാരാളം പേര് ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങളെവിടുന്ന്? ഇവിടെ അടുത്ത് തന്നെ. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ? അങ്ങോട്ട് പോയി അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി എല്ലാം നല്ലതായിരുന്നു. ഞങ്ങൾ പത്തനംതിട്ട ബെഞ്ചാരോ. ആ അപ്പം ഓക്കെ, അപ്പം വീണ്ടും കാണാം. ശരി ശരി. സൂപ്പർ എക്സ്പീരിയൻസ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അതുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയി ഇന്നത്തെ എക്സ്പീരിയൻസ്. കാരണം ഒന്ന് വരുമ്പോൾ താഴെ വെള്ളമില്ല. ഇപ്പം നമ്മൾ ഇടുക്കി ഡാം നിറഞ്ഞ് താഴെ കൂടെ വെള്ളമുണ്ട്, ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ്. നമ്മൾ അയ്യപ്പൻ കോവിൽ കണ്ടു, അത് മുങ്ങിക്കിടക്കുക. എല്ലാവരും വരണം, കാണണം, എൻജോയ് ചെയ്യണം, എക്സ്പ്ലോർ ദ വേൾഡ്, കോൺകർ ദ വേൾഡ്. പിന്നെന്താ പറയുന്നത്? ഇനി ബലം പറയാണ്ടോ? അടിച്ച് തിമിർത്ത് കിടുക്കി തകർക്കുക, തിമിർക്കുക. പിന്നെ ഒരു സ്ഥലങ്ങൾ വന്ന് കാണുക, പിന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണുക. അതുപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളും പോയി കാണണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരുന്നോ. നല്ല വ്യത്യസ്തമായ വീഡിയോകളും വ്യത്യസ്തമായ സംഭവങ്ങളും ഒക്കെ ആയിട്ട് വരാം കേട്ടോ. നമ്മുടെ ഒരു മച്ചാൻ ഇവിടെ നിന്ന് കിട്ടിയതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. BANJARO വീയും കൂടെ അടി. വ്ളോഗാണോ? ആ, വ്ളോഗ് വന്നിട്ടുണ്ടല്ലോ. ബെഞ്ചാരോ വീന്ന് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ കണ്ടു. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം വേണം മോഹം ഒന്ന് മാറ്റിക്കേ. ഓക്കെ, മാറ്റിക്കേ. വീട്ടിൽ പറയാവുന്നതല്ലടാ നീ, ചുമ്മാ നീ മോഹം കാണിക്കാൻ മടി. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ തൂക്കുപാലം സംഭവങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പൻ കോവിൽ ആ ഒരു ക്ഷേത്രമൊക്കെ നമ്മൾ പോയി കണ്ടു. അവിടേക്ക് വരേണ്ട സമയം എന്ന് പറയാം മാർച്ച് സമയങ്ങളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇറങ്ങി നിൽക്കാം. ഇവിടെ ഈ വെള്ളമെല്ലാം അങ്ങ് വലിയും. അപ്പം ആ ഒരു സംഭവമൊക്കെയാണ്. ഇപ്പം വെള്ളം ഇറങ്ങി നല്ലപോലെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനും മറക്കല്ലേ. ഇൻസ്റ്റയിൽ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, ഒന്ന് കയറി നോക്കിയേക്കുക. അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.